നമസ്കാരം. നമ്മുടെ ജാതകത്തിലെ 3, 6, 10, 11 ഭാവങ്ങളെ ഉപജയ ഭാവങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മളിതിനെ പറയുന്നത് സമയത്തിനനുസരിച്ചിട്ട് നന്നാവുന്ന ഭാവങ്ങൾ എന്നാണ്. അതായത് കാലം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് പ്രായമായി വരുമ്പോഴേക്കും ഈ ഭാവങ്ങൾ നല്ല ഫലങ്ങൾ തരാൻ തുടങ്ങും. 3-ാം ഭാവം എന്നത് നമ്മുടെ പരാക്രമ ഭാവമാണ്. നമ്മൾ എത്രമാത്രം ഇഫേർട്ട് ഇടുന്നു, എത്രമാത്രം അധ്വാനിക്കുന്നു എന്നതിനെ കാണിക്കുന്നു, നമ്മുടെ ധൈര്യത്തെ കാണിക്കുന്നു. നമ്മൾ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കണമെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം, ആ ഒരു ഉത്സാഹം, ഒരു സന്നദ്ധത അത് തരുന്നത് 3-ാം ഭാവമാണ്. അപ്പോൾ ഈ ഭാവങ്ങളിലെല്ലാം പാപഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് നമ്മളെ കുറച്ചുകൂടി സഹായിക്കുന്നു എന്ന് പറയാം. ശുഭഗ്രഹങ്ങളാകുമ്പോൾ നമ്മൾ ഒരു പുതിയൊരു തുടക്കത്തിന്, വെല്ലുവിളികളെ സ്വീകരിക്കാനായിട്ട് ഒക്കെ ഒന്ന് മടിക്കും. നമുക്ക് ആ ഒരു സന്നദ്ധത ഉണ്ടാവില്ല. പെട്ടെന്ന് പ്രവർത്തിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടാവില്ല എന്ന് പറയാം. ഒരു തരത്തിൽ നമുക്കതിന് കഴിയാതെ പോകും. അതിന് കാരണം എന്തുമായിക്കോട്ടെ, വ്യക്തി പറയുന്ന കാരണങ്ങൾ എന്തുമായിക്കോട്ടെ, പക്ഷെ ശുഭഗ്രഹങ്ങൾ ഈ ഭാവങ്ങളിൽ നമുക്ക് പുരുഷാർത്ഥം നേടാനായിട്ട്, നമുക്ക് ഒരു മത്സര പരീക്ഷയിൽ ജയിക്കാനായിട്ട്, നമുക്ക് വാഗ്വാദത്തിൽ ജയിക്കാനായിട്ട്, നമുക്ക് നന്നായി സംസാരിക്കാനായിട്ട്, നമുക്ക് നമ്മുടെ പോയിന്റ് പറഞ്ഞ് വിജയിക്കാനായിട്ട്, നമുക്കൊരു സാഹചര്യത്തിൽ ധൈര്യം അവലംബിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കാനായിട്ട്, നമ്മുടെ ശരി എന്നത് മറ്റുള്ളവരുടെ മുന്നിൽ വയ്ക്കാനായിട്ട് ഒക്കെയും നമുക്ക് കഴിയാതെ പോകും. അപ്പോൾ എപ്പോഴും ഉപജയഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ ഇരിക്കുന്നതാണ് നല്ലത്. അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിനുള്ള സാഹചര്യം അത് തരും, പിൻവലിക്കില്ല. 3-ാം ഭാവം എന്നത് ഈ സന്നദ്ധതയാണ്, പരാക്രമം. അതായത് നമ്മുടെ ഇഫേർട്ടാണ്. എത്രമാത്രം ആവർത്തിച്ചിട്ടുള്ള പരിശ്രമം ചെയ്യാൻ കഴിയുന്നു, പിന്നോട്ട് പോകാതെ. അവർക്ക് ജീവിതത്തിൽ സെറ്റ് ബാക്സ് വന്നാലും അവർ അങ്ങനെ പിന്തിരിയില്ല. അതായത് ഒരു വ്യക്തി ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങി, പക്ഷെ അത് പരാജയപ്പെട്ടു പോയി. ഒരു ഇനിഷ്യേഷൻ, ഒരു തുടക്കമായിരുന്നു, ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അതിൽ പരാജയപ്പെട്ടു. പക്ഷെ അദ്ദേഹം വീണ്ടും കുറച്ചു കാലം കഴിയുമ്പോൾ ഇനി മറ്റൊന്നിനെ പറ്റി ചിന്തിക്കാം. അതായത് ഒരു കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയി, പക്ഷെ എന്ന് വെച്ച് ഞാൻ പിന്നോട്ടില്ല, ഞാൻ വീണ്ടും ശ്രമിക്കുകയാണ്. ഇത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. പക്ഷെ 3-ാം ഭാവത്തിൽ നമ്മുടെ ഒരു ധൈര്യത്തെ കാണിക്കുന്നു, നമ്മുടെ ആവർത്തിച്ചിട്ടുള്ള പ്രയത്നങ്ങളെ കാണിക്കുന്നു. അതായത് പരീക്ഷയിലൊക്കെ തോറ്റാൽ പോലും, അല്ലെങ്കിൽ ഒരു പൊസിഷൻ കിട്ടുമെന്ന് വിചാരിച്ചു, അതിനായിട്ട് നിങ്ങൾ പ്രയത്നിച്ചു, പക്ഷെ അത് കിട്ടിയില്ല. എന്നാൽ ഇത് ഉപേക്ഷിക്കാം, ഇനി ഇതിനു വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് പറയാതെ വീണ്ടും അതിനായി ശ്രമിക്കണമെങ്കിൽ നമുക്കൊരു 3-ാം ഭാവം വേണം. ആ ഒരു കാര്യം നേടാനായിട്ടുള്ള ഒരു പ്രയത്നമാണ്. ആ അധ്വാനം എന്നത്, പ്രയത്നം എന്നത്. അതുകൂടാതെ ചെറിയ യാത്രകളൊക്കെ ചെയ്തിട്ട് ജോലി ചെയ്യണമെങ്കിലും, അതായത് ഞാൻ തയ്യാറാണ് ഇത്ര ദൂരം പോയിട്ട്, ദിവസവും പോയിട്ട്, ഒരുപക്ഷെ ട്രെയിനിലും ബസ്സിലും ഒക്കെ ഒരുപാട് നേരം നിന്നിട്ട് പോകേണ്ടി വരാം, സീറ്റ് കിട്ടാത്തൊരു അവസ്ഥയായിരിക്കാം. അതായത് ആ യാത്ര, ദുഷ്കരമായിട്ടുള്ള ഈ യാത്രയും വിശ്രമമില്ലാത്ത ജോലിയും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അതിന് റെഡിയാണ്. എനിക്ക് 1.5 മണിക്കൂർ രാവിലെ അങ്ങോട്ടും വൈകുന്നേരം ഇങ്ങോട്ട് 1.5 മണിക്കൂർ ഉള്ള ഒരു യാത്ര, വളരെ പ്രയാസമുള്ള യാത്ര, തിരക്കുള്ള വാഹനത്തിൽ വരുന്ന ഒരു യാത്ര എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നണമെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ 3-ാം ഭാവം നല്ലതായിരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു തിക്കിലും തിരക്കിലും ഒക്കെ യാത്ര ചെയ്യാൻ കൂടി ആൾക്കാർക്ക് പറ്റില്ല. അവരുടെ 3-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ, ശുഭഗ്രഹങ്ങളാൽ ദൃഷ്ടി ചെയ്യുമ്പോഴൊക്കെ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ നേരിടാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. ഇത് നല്ലത് മോശം എന്നതിനെ പറ്റിയേ അല്ല പറയുന്നത്. ഇവിടെ ഓരോ ഭാവങ്ങളുടെ അവസ്ഥ. എന്തുകൊണ്ടാണ് കാലക്രമേണ ഇത് നല്ലതാവെന്ന് പറയുന്നത്? 3-ാം ഭാവം എന്നത് കുറെ കാലം കഴിഞ്ഞാൽ അത് മെച്ചപ്പെടുമെന്ന് പറയുന്നതിന്റെ അർത്ഥം, ആരാണോ 3-ാം ഭാവത്തിൽ ഇങ്ങനെയുള്ള പ്രയത്നങ്ങൾ നിരന്തരം ചെയ്യുന്നത്, ഇത്തരം വെല്ലുവിളികളെ നേരിടുന്നത്, അവർക്ക് തീർച്ചയായിട്ടും ഒരു ഭാവി ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സമയത്ത് ഒരു 22-25 വയസ്സുകാരന് ഒരുപാട് ദുഷ്കരമായിട്ടുള്ളൊരു യാത്ര ചെയ്തിട്ടുള്ള ഒരു ജോലി, പക്ഷെ അദ്ദേഹത്തിന് ഭാവിയിൽ ഒരു പ്രൊമോഷൻ കൊണ്ടു കൊടുക്കാൻ, ഒരു പോസ്റ്റ് കൊണ്ടു കൊടുക്കാൻ, അദ്ദേഹത്തിന്റെ ഇന്നത്തെ കഷ്ടപ്പെട്ടുള്ള യാത്രയാണെങ്കിലും അവിടുത്തെ ഒരു സമ്മർദ്ദം നിറഞ്ഞ ജോലിയാണെങ്കിലും അദ്ദേഹത്തെ അത് പിന്നീട് റെഡിയാക്കുന്നതാണ്. അപ്പോൾ അധ്വാനം എന്നത്, കഷ്ടങ്ങൾ സഹിക്കുക എന്നത്, നിരന്തരമായിട്ടുള്ള പ്രയാസം, അതായത് ഞാൻ ഫെയിലായാലും വീണ്ടും പഠിച്ചെടുക്കും, അത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് 3-ാം ഭാവത്തിൽ കാണാം. അതുകൊണ്ട് കൂടിയാണ് അതിനെ സമയത്തിനനുസരിച്ചിട്ട് നന്നാവും എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ആയാലും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായാലും കുട്ടികളെ കൊണ്ട് നമ്മൾ ആവർത്തിച്ച് പറയിപ്പിക്കുക. സോഡിയാക്കിലെ 3-ാം ഭാവം എന്നത് ബുധന്റെ രാശിയായിട്ടുള്ള മിഥുനമാണ്. അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് പദ്യം ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുക, സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുക, അവരെ വ്യക്തമായി ലൈനിൽ എഴുതാൻ പഠിപ്പിക്കുക.
ആവർത്തിച്ചിട്ടുള്ള കുട്ടികളുടെ ആ ഒരു പ്രയത്നം തന്നെയാണ് അവർക്ക് സ്പീഡിൽ എഴുതാനും നല്ല ഹാൻഡ് റൈറ്റിംഗ് വരാനും സംസാരിക്കാനും എല്ലാത്തിനും ഈ എഴുത്തും വായനയും നിരന്തരം അവരെ അധ്യാപകർ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കും. സ്വന്തമായിട്ട് കഥകൾ എഴുതാൻ, ആ ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ അപ്പോൾ എന്തും കാലത്തിനനുസരിച്ചിട്ട് നന്നാക്കി കൊടുക്കാൻ ഈ മൂന്നാം ഭാവത്തിന് കഴിയും. കൂടാതെ അത് തന്നെയാണ് നിങ്ങൾക്ക് പിന്നീട് ഒരു റിവാർഡായിട്ട് വരുന്നത്. മൂന്നാം ഭാവത്തിൽ നമുക്ക് ഒരു പേര് കിട്ടുന്നതിനെ, ഒരു കീർത്തി വരുന്നതിനെ കൂടി കാണാം. അതായത് നമുക്കൊരു പദവി, ഒരു ടൈറ്റിൽ കിട്ടുന്നതിനെ കൂടി. അപ്പോൾ ആരാണോ അധ്വാനിക്കുന്നത് അവർക്കാണ് ആ ഒരു പദവി, ഒരു ടൈറ്റിൽ ലഭിക്കുന്നത്. അതായത് കുട്ടികളുടെ കാര്യമാണെങ്കിൽ അവരെ ചെറുപ്പത്തിലേ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നീട് അവർക്ക് ഒരു ലെവലിലെത്താൻ പറ്റുന്നതും ആ ഒരു നിരന്തരമുള്ള അവരുടെ പ്രയാസം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആറാം ഭാവത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉപചയ ഭാവമായിട്ട് ചിന്തിക്കുമ്പോൾ ആറാം ഭാവം എങ്ങനെയാണ് കാലം കഴിയുമ്പോൾ, മെച്യൂരിറ്റി വരുമ്പോൾ നമുക്ക് നല്ല ഫലങ്ങൾ തരുന്നത്? ആറാം ഭാവം രോഗം, ശത്രു, കടം എന്നൊരു കാര്യമാണ്. അവിടെ മത്സരം എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ആരാണ് പരാജയം സമ്മതിക്കാതെ, ഈ പരീക്ഷയിലേ ഞാൻ തോറ്റിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂവിലേ ഞാൻ പരാജയപ്പെട്ടിട്ടുള്ളൂ, പക്ഷേ വരുന്ന സമയങ്ങളിൽ എനിക്ക് വിജയിക്കാൻ കഴിയും ഞാൻ കൂടുതൽ അധ്വാനിച്ചാൽ. അപ്പോൾ പരാജയങ്ങളെ സ്വീകരിച്ചിട്ട്, സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ട്, ഡിപ്രഷനായിട്ടിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് വഴക്ക് കൂടുക, അവനവൻ്റെ ഫ്രസ്ട്രേഷൻ വീട്ടുകാരോട് കാണിക്കുക, ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇത് ഉള്ളിൽ വയ്ക്കും, ഇതെൻ്റെ പരാജയമായിരുന്നു, ഇവിടെ ഞാൻ എന്തൊക്കെയാണ് തെറ്റ് ചെയ്തത്, എനിക്ക് ചിട്ടയുണ്ടായിരുന്നില്ല, എനിക്ക് നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നില്ല, ഞാൻ അവലംബിച്ച പഠന രീതി ശരിയായിരുന്നില്ല. ഇങ്ങനെ നാനാവിധത്തിൽ ഇവർ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുകയും, അതായത് അവനവനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഇവർ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുക്കും. അപ്പോൾ അതുകൊണ്ട് കൂടി ഈ ആറാം ഭാവം ഇവർക്ക് നല്ല ജോലി കൊണ്ടു കൊടുക്കും, മത്സര പരീക്ഷകളിൽ വിജയം കൊണ്ടു കൊടുക്കും. ആരാണ് ആ ഒരു ശത്രു, രോഗം, ശത്രു, കടം എന്നൊരു കാര്യത്തിൽ ആ ശത്രുക്കളെ ഡീൽ ചെയ്യുന്ന രീതി പഠിക്കുന്നത്? ഒന്ന്, അവനവൻ്റെ ഷഡരിപ്പുകൾ. ഞാൻ മറ്റുള്ളവരെ നോക്കി താരതമ്യം ചെയ്തിട്ട് കാര്യമില്ല, എനിക്ക് എന്താണ് വേണ്ടത് ഞാൻ നിശ്ചയിക്കണം, ആ മാർഗത്തിലെ സഞ്ചരിക്കാൻ എന്നെ ഞാൻ റെഡിയാക്കി എടുക്കണം, എൻ്റെ ആരോഗ്യം നോക്കണം. അതായത് അവനവനെ പറ്റിയുള്ള ചിന്തകൾ ഒന്ന്. മറ്റൊന്ന്, പുറമെ ആരെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അവരെ എങ്ങനെ ഡീൽ ചെയ്യാം, എൻ്റെ ഫോക്കസ് എങ്ങനെ നഷ്ടപ്പെടാതിരിക്കാം. അതായത് ഒരു കുട്ടി IAS കാരനോ പോലീസുകാരനോ ഒക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രിപ്പറേഷനിലാണ്. പക്ഷേ നാനാവിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻ അദ്ദേഹത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് ആ ഫോക്കസ് വേണ്ടതുണ്ട്. ഇതൊക്കെ താൽക്കാലികമാണ്, ഇതിൽ ഞാൻ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിനെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ലക്ഷ്യത്തിലെത്തിയിട്ടുമുള്ളൂ. ചുറ്റുവട്ടത്തും പലതും പറയാനുണ്ടാവും. നീ ഇത്ര തവണ എഴുതി, ഇത് നിൻ്റെ 4ാമത്തെ തവണ 5ാമത്തെ തവണ നീ ഫെയിലാവുകയാണ്, നീ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിനൊരു ബോധമുണ്ടാകും, എന്തായിരുന്നു എൻ്റെ മിസ്റ്റേക്ക്. ഓരോ തവണയും ഇംപ്രൂവ് ചെയ്യാനുള്ള, അവനവൻ്റെ ഷഡരൂപുകളെ തിരിച്ചറിയാനും, എൻ്റെ പോരായ്മകൾ, അതുപോലെ എൻ്റെ വീക്ക്നെസ് എന്താണ്, എന്തൊക്കെയാണ് എൻ്റെ ദൗർബല്യം, അവിടെ ഒരു പ്രണയം, അവിടെ ഇമോഷണലി നിങ്ങളെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ, ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസൾട്ട് തരുന്നുണ്ടോ, നിങ്ങളുടെ ഉള്ളിൽ കുറ്റബോധം, ഗിൽട്ട് വളർത്തിയിട്ട് അതിൽ നിങ്ങളുടെ മനസ്സ് പോയിട്ട് നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നുണ്ടോ. ഇങ്ങനെ നാനാവിധത്തിലും ഇവർ ഇമോഷൻസിനെ പഠിച്ചിട്ട് അതിനെയൊക്കെ ഒരു സൈഡിൽ വയ്ക്കും. ഓക്കെ, എനിക്ക് മനസ്സിലായിരിക്കുന്നു, പക്ഷെ ഇതല്ല ഞാൻ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ, എനിക്ക് എൻ്റെ ഫോക്കസ് എന്നത് മറ്റൊരു മാർഗത്തിലാണ്. അപ്പോൾ ഇത് വരണമെങ്കിൽ, ആ വാശി തരണമെങ്കിൽ അവിടെ ചൊവ്വയെ പോലുള്ള ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാലേ മറ്റുള്ളവർ തരുന്ന ഇൻസൾട്ട് ഏറ്റെടുക്കാതിരിക്കും. നമ്മൾ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, പക്ഷേ ഈ ധൈര്യം വേണമെങ്കിൽ അവിടെ ചൊവ്വ അത്യാവശ്യമാണ്. അപ്പോൾ പാപഗ്രഹങ്ങൾ എന്ന് പറയാം. പാപഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ നമുക്ക് ഒന്നുകൂടി ആ ഒരു എനർജി കിട്ടുന്നത്. രാഹു ഒക്കെ ആണെങ്കിൽ വളരെ ഡിപ്ലോമാറ്റിക്കായി ഡീൽ ചെയ്യും, പക്ഷെ അവനവൻ്റെ കാര്യം നോക്കും. രാഹു അങ്ങനെ, രാഹുവിൻ്റെ സംസാരത്തിൽ ചൊവ്വയെ പോലുള്ളൊരു ഹാർഷായിട്ടുള്ള ഒരു ടെൻഡൻസി കാണില്ല. രാഹുവിൻ്റെ സ്വാധീനം കൂടുതലുള്ളവർ അവർ വളരെ ഗുപ്തമായ രീതിയിൽ വേറൊരു ലെവലിലാണ് അവർ ശത്രുവിനെ ആക്രമിക്കുന്നത്. അവർ ആക്രമിച്ചതായിട്ടും ശത്രുവിനെ നേരിട്ടതായിട്ടും ശത്രുവിന് പോലും അറിയില്ല. കാരണം നേരിട്ടുള്ള ഒരു പോര്, യുദ്ധം ആയിരിക്കില്ല, അത് ബാക്ക്ഗ്രൗണ്ടിലാണ്. എങ്ങനെയായാലും പാപഗ്രഹങ്ങൾ നന്നായിട്ട് ഇവിടെ ഗുണം തരുന്നതാണ്. അപ്പോൾ രോഗം, കടം, അപ്പോൾ അവിടെ 6ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പോലും ശ്രദ്ധ വരുന്നത്. വളരെ ഹെൽത്ത് കോൺഷ്യസ് ആവുകയും ചെയ്യും. ഫിസിക്കൽ ഫിറ്റ്നസ്, ചൊവ്വയൊക്കെ വരുമ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ്, മാർഷ്യൽ ആർട്സ്, കരാട്ടെ, അതുപോലെ വളരെ കൂടുതൽ ചടുലമായിട്ടുള്ള താളങ്ങളുള്ള ഡാൻസ്, അങ്ങനെ വളരെ സ്പീഡിലുള്ള ഡാൻസ് കാര്യങ്ങൾ, കളരിപ്പയറ്റ്, മറ്റ് ആയോധന കലകൾ, ഇതിലേക്കൊക്കെ പോകാനും ആ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനും, കൂടുതൽ ജോഗിങ്, ജിം, ഇതിലൊക്കെ പോകാനും
അപ്പം അങ്ങനെ ആ ഒരു ആരോഗ്യവും ഇവരെപ്പോഴും ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ട ഈ രോഗം, ശത്രു, കടം, അതുപോലെ തന്നെ ഇവർക്ക് ആ ഒരു പ്ലാനിങ് ഉണ്ടാകും. ഞാനൊരു ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല, പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴേ കടമൊക്കെ എടുത്തിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണ്ട. അതുകൊണ്ട് അതിലൊക്കെ ഇവർ ശ്രദ്ധ ചെലുത്തും. അതുകൊണ്ട് 6-ാം ഭാവത്തിൽ പ്രത്യേകിച്ച് ചൊവ്വയെ പോലുള്ള പാപഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ കടമെടുക്കുമ്പോഴൊക്കെ നന്നായി ആലോചിക്കും. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്, ഇതിനെ കൊണ്ട് എനിക്ക് എന്താണ് ഗുണം, എനിക്കിപ്പോൾ ഇത്ര വലിയ വീടിൻ്റെ ഒരു ആവശ്യമുണ്ടോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആലോചിക്കും അവർ. കാരണം പാപഗ്രഹങ്ങൾ അവരെ കൊണ്ടത് ചിന്തിപ്പിക്കും. അതുകൂടാതെ ഈ പാപഗ്രഹങ്ങളുടെ സഹായം കൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കളെയും രോഗങ്ങളെയും ഒക്കെ നേരിടാൻ, അതായത് പരാജയത്തിൽ നിന്ന് പഠിച്ചിട്ട് മുന്നോട്ട് പോകാനും ജീവിത വിജയം കണ്ടെത്താനും നല്ലൊരു കരിയർ ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് കൂടിയാണ് 6-ാം ഭാവത്തിന് സമയത്തിനനുസരിച്ച് എല്ലാം ശരിയാവുന്ന ഒരു ഭാവമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശുഭഗ്രഹങ്ങൾ വരുമ്പോഴാണ് 1-2 പ്രാവശ്യം പരീക്ഷ എഴുതി കിട്ടിയില്ല, മതി, ഇനി ഞാൻ വേറെ ഇതിലേക്ക് നോക്കാം, കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് എനിക്ക് ജീവിതം വേണം, എനിക്കിങ്ങനെ ഇതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല, അതുപോലെ ഞാൻ കുറച്ച് മടിയുള്ള ആളാണ്, എനിക്ക് കുറച്ച് സുഖം വേണം, ആ ഒരു രീതിയിൽ ഇരിക്കാനുള്ള സാധ്യത കൂടും. ഇവിടെ ഞാൻ ആവർത്തിച്ച് പറയാം, ഏതാണ് നല്ലത് മോശം എന്നൊരു വിവേചനം അല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഓരോരുത്തർക്കും ഓരോ വഴിയാണ്. അപ്പോൾ ചിലർ ഓഫീസിലിരുന്ന് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ചിലർ റിസപ്ഷനിസ്റ്റ് ആയിരിക്കാം, ചിലർ അധ്യാപകരായിരിക്കാം. അപ്പം അതിലൊന്നും ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ആവശ്യമില്ല. പോലീസുകാരനെ പോലെ, അതുപോലെ ഒരു IAS IPS ഒക്കെ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ 6-ാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും ഒക്കെ ഉണ്ടാകുമ്പോൾ 6-ാം ഭാവം അതേപോലെ ശുഭഗ്രഹങ്ങളുടെ രാശിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ മടി പ്രതീക്ഷിക്കാവുന്നതാണ്. ചൊവ്വയുടെയും സൂര്യൻ്റെയും ഒന്നും സ്വാധീനമില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത്ര അധ്വാനം ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 6-ാം ഭാവം എന്നത് കാലത്തിനനുസരിച്ച് നന്നാവുന്ന ഭാവമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ആരാണോ അത്രയും പ്രയത്നിക്കുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാവി നന്നായി വരും. അപ്പോൾ ഈ വ്യക്തി എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, MBA കഴിഞ്ഞു, എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഇദ്ദേഹം ഇങ്ങനെ പല പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഒരു സമ്മർദ്ദം കൊടുക്കുന്നുണ്ടാകും. ഒന്നും ആയിട്ടില്ല, അപ്പോഴത്തേക്കും കല്യാണം കഴിക്കാനുള്ള സമയമായി, അപ്പോൾ ഇതുമായിട്ടില്ല. അപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങി, അവിടെ പെങ്ങന്മാരുണ്ട്, അവരുടെ കല്യാണം നടത്തണം, അച്ഛനും അമ്മയ്ക്കും വയസ്സാവുന്നു, അപ്പോൾ നാനാവിധ പ്രശ്നങ്ങളും വരും. പക്ഷേ ഈ വ്യക്തിയുടെ 6-ാം ഭാവം നല്ലതാണെങ്കിൽ ഇദ്ദേഹം അവിടെ എത്തും. കാലത്തിനനുസരിച്ചിട്ട് ഇദ്ദേഹത്തിന് ഉയർച്ചയും ഉണ്ടാകും. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ സമയമെടുത്താലാണ് ശരിയാവുന്നത്. കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറയുന്നതിന് ഒരു കാരണം ഇതാണ്, അവിടെ നമ്മുടെ അധ്വാനമുണ്ട്. അതുപോലെ തന്നെ 10ഉം 11ഉം ഭാവങ്ങളും. 10-ാം ഭാവത്തിൽ എന്താണ്, കർമ്മസ്ഥാനമാണ് നമ്മുടെ. ആ ഭാവമാണ് നമ്മുടെ കർമ്മരംഗം, അതായത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണത്. അവിടെ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടെ എത്ര പൈസ കിട്ടുന്നു, എന്ത് പൊസിഷൻ കിട്ടുന്നു എന്നതല്ല കാര്യം, അവിടെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നമ്മൾ ഏത് ലെവലിൽ ചെയ്യും, എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ, അത് നന്നായി ചെയ്യാൻ കഴിയുന്നുണ്ടോ, ആ ഒരു കാര്യത്തെയാണ് 10-ാം ഭാവം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ 10-ാം ഭാവത്തിൽ വരുന്ന ആ രാശി ഏതാണ്, ആ രാശിയുടെ ഗുണങ്ങൾ എന്താണ്, ആ രാശ്യാധിപൻ എവിടെ പോയിരിക്കുന്നു, അതിനനുസരിച്ചിട്ട് നമ്മുടെ ഒരു മൊത്തത്തിലുള്ളൊരു കർമ്മരംഗം വരും. ഉദാഹരണം പറയാം, മകരം എന്നത് നാച്ചുറൽ സോഡിയാക്കിലെ 10-ാം ഭാവമാണ്. നമ്മുടെ എല്ലാവരുടെയും ജാതകത്തിൽ നമ്മുടെ ലഗ്നം ഏതാണെങ്കിലും മകരമാണ് നാച്ചുറൽ സോഡിയാക്കിലെ 10-ാം ഭാവം. അപ്പോൾ അവിടെ അതിൻ്റെ അധിപൻ ശനിയാണ്. ശനി വളരെയധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഗ്രഹമാണ്. ചെയ്താൽ അതിൻ്റെ ഫലം തരുന്ന ഗ്രഹമാണ് ശനി. അപ്പം അദ്ദേഹം ഒരു ന്യായാധിപനെ പോലെയാണ്. അവിടെ ഇമോഷൻസിനോ മറ്റു ബന്ധങ്ങൾക്കോ ഒന്നിനും ഒരു സ്ഥാനമൊന്നുമില്ല. അപ്പോൾ തുലാം ലഗ്നക്കാരനെ സംബന്ധിച്ചിടത്തോളം, തുലാം രാശിക്കാരനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ 10-ാം ഭാവാധിപനായിട്ട് 4-ാം ഭാവത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക, അതായത് മകരത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ കർമ്മഭാവത്ത് വളരെയധികം ഇമോഷൻസ്, വൈകാരികത, സെൻറ്റിമെൻറ്റ്സ്, കൂടാതെ അത് വീട്, വാഹനം, പ്രോപ്പർട്ടി, ആഹാരം, മാതൃവാത്സല്യം, മാതൃസ്ഥാനം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു രാശിയാണ് കർക്കിടകം. അപ്പോൾ അതിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രനാണ്. ഓരോ 2.25 ദിവസവും രാശി മാറുന്ന ആ ചന്ദ്രനാണ് ഇവരുടെ 4-ാം ഭാവത്തിലിരിക്കുന്നതെന്ന് വിചാരിക്കുക, മകരത്തിൽ. ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് ഈ ഇമോഷണലായിട്ട് കുറേ കാര്യങ്ങളുണ്ടാകും. ഇമോഷണൽ കണക്ഷൻസും ഉണ്ടായിന്ന് വരാം. തുടക്കത്തിലാണ് കേട്ടോ. ഇത് അങ്ങോട്ട് പോകുമ്പോൾ ശനി പാഠം പഠിപ്പിക്കാൻ തുടങ്ങും. കാരണം ശനിയുടെ രാശിയാണ്. 10-ാം ഭാവത്തിന്റെ നാച്ചുറൽ സോഡിയാക്കിൽ അധിപൻ ശനി ആയതുകൊണ്ടും നമ്മുടെ ജാതകത്തിൽ 10-ാം ഭാവം എന്തായാലും ശനിക്ക് അവിടെ ഒരു റോളുണ്ട്. കൂടാതെ ഇത് മകരമായതുകൊണ്ടും ശനി എവിടെ പോയിരുന്നു എന്ന് പ്രത്യേകം നോക്കണം. ഇവരുടെ 4-ാം ഭാവത്തിൽ 10-ാം ഭാവാധിപൻ ഇരിക്കുമ്പോൾ അപ്പോഴും ഈ വ്യക്തിക്ക് തുടക്കത്തിലൊക്കെ കരിയറിൻ്റെ ഒരു
ഇവരുടെ ജോലി സ്ഥലം എന്നതും ഇവർക്ക് ആ മനസ്സിനിണങ്ങണം. ഇവരത് ആഗ്രഹിക്കും. ഈ 10ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ 4ാം ഭാവത്തിലിരിക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ ആ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും ഈ കർമ്മസ്ഥാനവുമായിട്ട്. മാത്രമല്ല ഇവർക്ക് ഇന്ന പോലെ ഇരിക്കണം എൻ്റെ ഓഫീസ് അറ്റ്മോസ്ഫിയർ എന്നൊരു ചിന്തയും ഉണ്ടാകും. അതുകൊണ്ട് കൂടി ചില ആൾക്കാർ, പ്രത്യേകിച്ച് ഈ ഉദാഹരണത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ജോലി സ്ഥലത്തെ ഒരു അറ്റ്മോസ്ഫിയർ അവരുടെ മനസ്സിന് പിടിച്ചില്ലെങ്കിൽ ആ ജോലി സ്വീകരിച്ചു എന്ന് വരില്ല, അത് വിട്ടിട്ട് പോകും. കാരണം അതെനിക്ക് അവിടെ പിടിക്കുന്നില്ല. നല്ല സാലറി ഉണ്ടോ? ഉണ്ട്. വലിയ സമ്മർദ്ദമുണ്ടോ? എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അവിടെ ഇഷ്ടമില്ല. അതുപോലെ എന്തെങ്കിലും ഈ ചന്ദ്രനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ആ ഒരു വൈകാരികത, അല്ലെങ്കിൽ അവിടുത്തെ ക്യാൻറ്റീനിലെ ഭക്ഷണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവർക്ക് ഈ ജോലി മാറേണ്ടെന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ജോലി മാറാനൊരു മടി. കാരണം ഇവിടുത്തെ ഒരു ആശ്വാസം, ആ ഒരു എന്താ പറയുക, 4ാം ഭാവത്തിലിരിക്കുകയാണ് ചന്ദ്രൻ. അപ്പോൾ ഇവിടുത്തെ പോലെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കിട്ടുമോ? ഇവിടെ എനിക്ക് ചേട്ടനെ പോലെയാണ് ഈ മേലധികാരി, ഇവിടെ എനിക്ക് എൻ്റെ ബന്ധുക്കളെ പോലെ തോന്നുന്നു, ഇവിടെ എനിക്ക് അമ്മയെ പോലെയാണ് അവിടെ ക്ലീൻ ചെയ്യുന്ന ആ ചേച്ചി. അപ്പോൾ ഭയങ്കര അടുപ്പമൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ വേറൊരു സ്ഥലത്ത് കിട്ടുമോ? അപ്പോൾ വേറെ നല്ല ഓപ്പർച്യൂണിറ്റി വന്നാലും മാറാനുള്ള ഒരു മടി കാണിച്ചു എന്ന് വരാം. തീർച്ചയായിട്ടും മറ്റ് കാര്യങ്ങൾ നോക്കണം. മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം, ദശാന്തർദശ കാര്യങ്ങളെല്ലാം നോക്കണം. ജനറലായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. കർമ്മക്ഷേത്രവുമായിട്ട് ഉത്തരവാദിത്തം എന്ന കാര്യത്തെക്കാളും വൈകാരികത എന്നൊരു കാര്യം, അറ്റാച്ച്മെന്റ് അവിടെ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്നൊരു ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുക, ഒരു ജോലി നഷ്ടപ്പെടുക, കമ്പനി പൂട്ടിപ്പോവുക എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് വലിയൊരു ആഘാതമാണ്. ഇനി എവിടെയാണ് ഈ അടുപ്പം? ഇനി എവിടെ കിട്ടും? കാരണം എനിക്കിവിടെ അടുപ്പമായി കഴിഞ്ഞിരിക്കുന്നു, അങ്ങനെ വിചാരിക്കുകയും ചെയ്യും. ഇവരുടെ വലിയ വെല്ലുവിളി അത് തന്നെയാണ്. അപ്പോൾ ഈ ഉദാഹരണത്തിലൂടെ 10ാം ഭാവത്തെക്കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 10ാം ഭാവവും സമയത്തിനനുസരിച്ച് ശരിയാവും. അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 10ാം ഭാവം നമുക്ക് ഉയർന്ന പോസ്റ്റുകളും സമൂഹത്തിൽ അംഗീകാരവും കൊണ്ടുതരും. ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു കുട്ടി 20 വയസ്സ് 21 വയസ്സിൽ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ജോലിക്ക് ചേരുകയാണെന്ന് വിചാരിക്കുക. അവിടുത്തെ ഉത്തരവാദിത്തം എന്താണ് കൊടുക്കുന്നത് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്, അത് നന്നായി ചെയ്യുക. ഇവിടെ എനിക്ക് ജോലി ഭാരം കൂടുതലാണ്, കൂടെ വന്നവർക്ക് ഇല്ല, ഇതൊന്നും നോക്കാതെ എന്താണ് ഉത്തരവാദിത്തം കിട്ടിയിരിക്കുന്നത് അത് നന്നായി ചെയ്യുക. ആ ഉത്തരവാദിത്തം പിന്നീട് ഈ കുട്ടിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ട് മാറും, അനുഭവങ്ങളായിട്ട് മാറും. അതിനിടയിൽ വന്ന സമ്മർദ്ദങ്ങൾ, വൈകാരികമായിട്ടുള്ളത്, സാമ്പത്തികമായിട്ടുള്ളത്, കുടുംബത്തിൽ നിന്നുള്ളത്, ഫിസിക്കൽ ചാലഞ്ചസ്, ആരോഗ്യം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ കുട്ടിക്ക് ഒരു അസറ്റായി മാറുകയാണ്, എക്സ്പീരിയൻസ് ആയി മാറുകയാണ്. അത് തന്നെയാണ് ശനി പഠിപ്പിക്കുന്നത്. 10ാം ഭാവത്തിന്റെ അധിപൻ ശനിയാണ്. നമ്മുടെ 10ാം ഭാവം ഏതായാലും ശനി അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ 10ാം ഭാവാധിപൻ, നിങ്ങളുടെ 10ാം ഭാവം, അവിടെ ഏത് ഗ്രഹം ഇരിക്കുന്നു, ഏതൊക്കെ ഗ്രഹത്തിന്റെ സ്വാധീനം, ദൃഷ്ടി അവിടെ മറ്റു ഗ്രഹങ്ങളുടെ കൂടെ ഇരിക്കുന്നു, ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഇത് മാറും. ഇതിൻ്റെ ഒരു ഫലങ്ങൾ വ്യത്യാസം വരും. എന്നിരുന്നാലും ഇത് നമ്മളെ പഠിപ്പിക്കും ഉത്തരവാദിത്തം എടുക്കാൻ. ഉത്തരവാദിത്തങ്ങളെ ഭംഗിയായി ചെയ്തു തീർക്കുന്നുണ്ടോ എന്നത്. ഈ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് എപ്പോഴും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞൊന്നും വരില്ല. നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ 10ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ 4ാം ഭാവത്തിലിരിക്കുമ്പോൾ, മകരത്തിലിരിക്കുമ്പോൾ, തുലാം ലഗ്നക്കാരൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തം കൂടെ വന്നു എന്ന് വരാം. കൂടാതെ ജോലിയിലെ പ്രഷറും, പ്രത്യേകിച്ച് 7 ശനിയൊക്കെ വരുമ്പോൾ അതെങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നത് വലിയതായിട്ട് പരീക്ഷിക്കപ്പെടും. അപ്പോൾ ഇവിടെ വൈകാരികതയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ഉത്തരവാദിത്തത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുക. അതായത് എൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിലും വീട്ടിൽ കാര്യങ്ങൾ നടന്നു പോകുന്ന രീതിയിൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്യണം. ഇവിടെയുള്ള ഈ കർമ്മരംഗം, ജോലി സ്ഥലത്തുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കണം. ആ ഒരു രീതിയിൽ ബാലൻസ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് കാലത്തിനനുസരിച്ചിട്ട് ഈ 10ാം ഭാവം നന്നായിട്ട് വരും. നമ്മൾ വൈകാരികമായിട്ട് വേദനിപ്പിക്കാതിരിക്കുകയും വേണം കർമ്മങ്ങൾ കൊണ്ട്. അതായത് പാടെ അവഗണിച്ചിട്ടല്ല. അതായത് ആ 4ാം ഭാവത്തിന് തക്കതായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അവിടെ കിട്ടിയിരിക്കണം. ഈ വെല്ലുവിളി ഉണ്ടാകും. മറ്റൊന്ന്, ഇത് 10ാം ഭാവാധിപൻ 4ാം ഭാവത്തിൽ മകരത്തിലിരിക്കുമ്പോൾ വർക്ക് ഫ്രം ഹോം കാണിക്കുന്നു. അതും ആവാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയും നമ്മൾ മാനേജ് ചെയ്യണം. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ എന്നത് എങ്ങനെ കൊണ്ടുപോകാം എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ വെല്ലുവിളി ഏതെങ്കിലും ഒരു തരത്തിലുണ്ടാവും. പെൺകുട്ടികൾ പ്രസവശേഷം, കുട്ടികൾ ജനിച്ച ശേഷം, അതുപോലെ വിവാഹശേഷം. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ എല്ലാവർക്കും വരുന്നതാണ്. അപ്പോൾ ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യുന്നു? അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് അനുഭവവും, 10ാം ഭാവത്തിൽ ലഭിക്കുന്ന ഏത് അനുഭവവും, ഓഫീസിൽ പോകണം തന്നെ ഇല്ല. പല വീട്ടമ്മമാർക്കും അവരുടെ 10ാം ഭാവത്തിൽ അവർ ഓഫീസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതില്ല. പക്ഷെ അപ്പോഴും ആ ഒരു സമയത്തും അവർക്കും കാലത്തിനനുസരിച്ചിട്ട്, സമയത്തിനനുസരിച്ചിട്ട്
ശനിയുടേതായിട്ടുള്ള സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഞാൻ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയല്ല പറയുന്നത്, പക്ഷെ ഒരു റെസ്റ്റ് ലഭിക്കുന്നതായിട്ടും ഒരു സമാധാനം ലഭിക്കുന്നതായിട്ടും കാണാം. തീർച്ചയായിട്ടും ഇത് ഓരോ വ്യക്തിയുടെയും മഹാദശ അന്തർദശകൾക്കനുസരിച്ചിട്ടാണ്. അതായത് വാർദ്ധക്യത്തിൽ പ്രശ്നങ്ങൾ എനിക്ക് ഒരുപാടുണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ 6-ാം ഭാവാധിപന്റെ 8-ാം ഭാവാധിപന്റെ അല്ലെങ്കിൽ 6, 8, 12 ഭാവങ്ങളിൽ ഇരിക്കുന്ന അധിപന്മാരുടെ ദശയാണെങ്കിൽ പൂർവ്വജന്മത്തിലെ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്ന സമയമായിരിക്കും. ഇത് ഞാൻ ഇവിടെ ഉപജയഭാവത്തിനുള്ള സിമ്പിൾ എക്സാമ്പിൾസ് എടുത്ത് പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും പറ്റില്ല. നമുക്കെല്ലാം വളരെ സിമ്പിളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടേ നിങ്ങളെ പഠിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ ഉപജയഭാവം എന്നത് സമയത്തിനനുസരിച്ച് നന്നാവുന്ന ഭാവം തന്നെയാണ്. ഈ 10-ാം ഭാവം നമുക്ക് തരുന്നതും അനുഭവമാണ്. അനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തിയെ വലിയൊരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ തരാനായിട്ട് വിശ്വസ്തത മേലധികാരി നിങ്ങളിൽ കാണിക്കുന്നത്, അതായത് ആൾക്കാർക്കും നിങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്. ഇത് കാലത്തിനനുസരിച്ചിട്ട് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടി ഇതിനെ ഒരു ഉപജയഭാവമായിട്ട് പറയുന്നു. 11-ാം ഭാവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലാഭസ്ഥാനമാണ്, ഇച്ഛാപൂർത്തിയാണ്, ആഗ്രഹപൂർത്തിയാണ്. കുംഭമാണത് നാച്ചുറൽ സോഡിയാക്കിലെ 11-ാം ഭാവം. അപ്പോൾ ഇതും സമയത്തിനനുസരിച്ചിട്ട് നല്ലതാവുന്നതാണ്. അപ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അവിടെ നമ്മുടെ സോഷ്യൽ കോണ്ടാക്ട്സ് ഉണ്ട്, നമ്മുടെ കസിൻസ് ഉണ്ട്, സുഹൃത്തുക്കൾ, അതുപോലെ എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്. ഇതൊക്കെ വരുന്ന ഒരു ഭാവം കൂടിയാണിത്. ഇവിടെയും തീർച്ചയായിട്ടും പാപഗ്രഹങ്ങളാണ് നല്ല ലാഭം തരുന്നത്. ഇവിടെയും ഇന്നലത്തെ വീഡിയോയിലും 2 ദിവസം മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കണം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ലാഭം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഉയർച്ച വന്നുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾക്ക് പൊസിഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കളുടെ എണ്ണം കുറയുന്നതായിട്ട് കാണാം. നിങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ മാറിയിട്ടുണ്ടാവില്ല, പക്ഷെ അവർ തനിയെ പോകുന്നതായിട്ട് കാണാം. അതങ്ങനെയാണ്. ഉപജയഭാവത്തിലൊന്നായ 11-ാം ഭാവത്തിൽ പാപഗ്രഹം ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേതുവൊക്കെ ആണെങ്കിൽ അത് ശരിക്കും സുഹൃത്തുക്കളിൽ നിന്നൊരു കട്ട് തരും. എന്നിട്ടാണ് വലിയ ലാഭങ്ങൾ തരുന്നത്. അഗ്നിതത്വരാശികൾ ഒക്കെ 11-ാം ഭാവമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രഹങ്ങൾ, അഗ്നിതത്വ ഉള്ള ഗ്രഹങ്ങളൊക്കെ 11-ാം ഭാവത്തിലിരിക്കുമ്പോൾ അസൂയയ്ക്ക് പാത്രമായേക്കാം നിങ്ങൾ. പലരും അസൂയാലുക്കളായിട്ട് സംസാരിക്കാതിരുന്നിട്ട് ഗ്യാപ്പ് വരുന്നതായിരിക്കാം. അതുപോലെ നിങ്ങളുടെ ഷെഡ്യൂളും, നിങ്ങൾ പെട്ടെന്ന് അറിയപ്പെടുന്ന ഒരു സിനിമ നടനോ അല്ലെങ്കിൽ അതായത് മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉയർന്ന ജോലി കിട്ടി, ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലിയാണ്, നിങ്ങൾക്ക് തന്നെ റെസ്റ്റ് എടുക്കാൻ സമയമില്ല. അപ്പോൾ അസൂയ ഒരു കാരണമാണ് പുറമേ നിന്നുള്ളത്. ഏത് ഭാഗത്തുനിന്ന് വരാം, അത് നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയും ഒക്കെയാണ്. അപ്പോൾ ഈ 11-ാം ഭാവത്തിൽ കാലത്തിനനുസരിച്ചിട്ട് ബന്ധങ്ങൾ നല്ല അടുപ്പമുള്ള, ഏറ്റവും സിൻസിയറായിട്ടുള്ള, വിരലിലെണ്ണാവുന്ന കോണ്ടാക്ട്സേ നിങ്ങൾക്കുണ്ടാവും. ഒരുപാടുണ്ടാവില്ല. അത് നിങ്ങൾ 1 മാസവും 2 മാസവും 1 വർഷവും സംസാരിച്ചില്ലെങ്കിലും ആ ബന്ധം അതുപോലെ ഉണ്ടാകും. നിങ്ങളെ അവരോർക്കുന്നുണ്ടാകും. പിന്നീട് നിങ്ങളെ കണ്ടാൽ അതുപോലെ സ്നേഹവും ഒരു പരിഭവവും ഉണ്ടാവില്ല. തമാശകളും കാര്യങ്ങളും അതുപോലെ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ തിരക്കും കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു സുഹൃത്ത്, ഒരു കസിൻ, അതുപോലെ ഒരു റിലേറ്റീവ് ആയിരിക്കും അത്. അപ്പോൾ 11-ാം ഭാവത്തിൽ ആ ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ആൾക്കാർ വിട്ടിട്ട് പോകും. അത് 11-ാം ഭാവം എന്നത് ലാഭസ്ഥാനമാണ്. അതും കാലത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് ലാഭം വരുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയാലും ഒരു ജോലിക്ക് കയറിയാലും നമ്മൾ പറയുന്നത് ഇപ്പം ഇത്ര സാലറിയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, സമയം കഴിയുമ്പോൾ, കുറച്ച് കാലം കഴിയുമ്പോൾ അത് കൂട്ടിത്തരും അവർ. അതുപോലെ ലാഭം വരും ബിസിനസ്സിൽ. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക്. അത് തരുന്നത്, ആ ആഗ്രഹപൂർത്തി തരുന്നത് 11-ാം ഭാവമാണ്. അപ്പോൾ 11-ാം ഭാവവും അതുകൊണ്ട് കാലത്തിനനുസരിച്ച് നന്നാവുന്ന ഒരു ഭാവമാണ്. അപ്പോൾ ഈ ഭാവത്തിലെല്ലാം പാപഗ്രഹങ്ങളാണ് നന്നായി നമുക്ക് ലാഭം തരുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ശുഭഗ്രഹങ്ങളാകുമ്പോൾ മതി, ഇവിടെ മതി, എനിക്ക് വ്യക്തിബന്ധങ്ങളാണ് കൂടുതൽ വേണ്ടത്. അതായത് എനിക്ക് എന്നോടാരും പിണങ്ങുന്നതും എന്നിൽ നിന്ന് അകന്നു പോകുന്നതും എനിക്ക് ഇഷ്ടമില്ല. അതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ ഈ വ്യക്തി അറിയുന്നേ ഉണ്ടാവില്ല, ഈ വ്യക്തിയോട് ഒരുപാട് അസൂയുണ്ട്, ഈ വ്യക്തിയുടെ ഉയർച്ച ആഗ്രഹിക്കുന്നില്ല, അതിനൊരു ബാധയാണ് എന്നത് ഈ വ്യക്തി അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവിടെയും നമുക്ക് ബാധക സ്ഥാനത്തിനൊക്കെ വലിയ പ്രാധാന്യമാണ്. ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ചന്ദ്രനിൽ നിന്ന് 11-ാം ഭാവം, ലഗ്നത്തിൽ നിന്ന് 11-ാം ഭാവം, ഇതിൽ ബാധക സ്ഥാനത്തിന്റെ അധിപന്റെ റോളുണ്ടോ? ഇവിടെ തുലാം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ലഗ്നത്തിൽ നിന്ന് 11-ാം ഭാവമാണ് ഇവരുടെ ബാധക സ്ഥാനവും. അപ്പോൾ അവിടെ പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോഴുള്ള ഇവരുടെ ഒരു അവസ്ഥ എന്താണ്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ജാതകത്തെ ഒന്ന് മനസ്സിലാക്കണം. കാരണം ഇത് ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുതരാണ്. അപ്പോൾ
ഏത് ഗ്രഹമാണ് 3, 6, 10, 11 ഭാവങ്ങളിൽ ഇരിക്കുന്നത്, ഈ 3, 6, 10, 11 ഭാവങ്ങളിലെ രാശി ഏതാണ്, ഈ രാശ്യാധിപൻ എവിടെ പോയിരിക്കുന്നു, ഏതൊക്കെ ഗ്രഹങ്ങളുടെ കൂടെ ഇരിക്കുന്നു, ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, ഏത് ഭാവത്തിലിരിക്കുന്നു, ആരുടെ ദൃഷ്ടിയിലാണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെയും നമ്മൾ പരിശോധിച്ച് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് എന്നത് പാപഗ്രഹങ്ങളാണ് ഇങ്ങനെ ഉപചയ ഭാവങ്ങളിൽ നന്നായി വർക്ക് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് അവർ ഒരുപാട് അനുഭവ പരിചയവും ക്ഷമയും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ബോധവും നമ്മളിൽ ഒരുപാട് ഉത്തരവാദിത്വവും ആ ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്യാനുള്ള ഒരു ശക്തിയും എല്ലാം തരും. കൂടാതെ സ്ഥാനമാനങ്ങളും പൊസിഷനും എല്ലാം തരും. ഇവരൊക്കെ പാപഗ്രഹമായതിനാൽ നമുക്കിവിടെ ഇമോഷണൽ കണക്ഷൻ, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല, അത് നമ്മൾ കൊടുത്താലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു ഭാവം, ആ ഒരു മനസ്ഥിതി നമുക്കും ഉണ്ടായിരിക്കണം. എല്ലാം ഒരു അഹങ്കാരി ആവാനല്ല പറയുന്നത്, ഭഗവത് സ്മരണ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ സ്മരണ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളൊരു IAS IPS ഓഫീസറായിട്ട് ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. അതിനിടയിൽ മറ്റുള്ളവർക്ക് ഗിൽട്ട് തരാനായിട്ടും നിങ്ങളോട് അസൂയപ്പെടുന്നത് കാണാനായിട്ടും അല്ല നിങ്ങൾ ഇരിക്കേണ്ടത്. അതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ലോ ലെവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പെടില്ല. പാപഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ടെങ്കിൽ മുന്നോട്ടായിരിക്കും. കാരണം ഇവരുടെ ലക്ഷ്യം വലുതാണ്. ഇവർക്ക് കിട്ടിയ കർമ്മരംഗം എന്നത് വലുതാണ്. ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇവർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് സൂര്യനും ചൊവ്വയും ഒക്കെ നമ്മുടെ ജാതകത്തിൽ എവിടെ ഇരിക്കുന്നത് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഉപചയ ഭാവങ്ങളെ കുറിച്ചുള്ള കുറച്ച് ചെറിയ അറിവുകൾ, ഒരു ഇൻട്രൊഡക്ഷൻ ലെവലുള്ള അറിവാണെന്ന് പറയാം. ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ നമ്മൾ പല ജാതകങ്ങളിൽ നോക്കി പഠിച്ചാലാണ് ഇതിനെപ്പറ്റി നല്ലൊരു ഐഡിയ വരുന്നത് നമുക്ക്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.